രവി പറ മാഡം. ഈ പ്രേതത്തെ ഇവിടുന്ന് ഓടിക്കണമെങ്കിൽ ഈ പ്രേതത്തെ പറ്റിയ എല്ലാ ഇൻഫർമേഷൻ നമുക്ക് വേണം. ഇത് നിങ്ങളുടെ അപ്പൂപ്പന്മാരെ താമസിച്ച സ്ഥലല്ലേ? അതെ മാഡം, പാരമ്പര്യമായിട്ടുള്ള സ്വത്താണ്. ഇത് നമ്മുടെ മിന്നും താരല്ലേ, മറ്റേ കറന്റ് ട്രെൻഡ് ആയിട്ടുള്ള പഴയ വീടായിരുന്നു. ഞങ്ങൾ ഇടിച്ച് പുതിയ വീട് പണിതതാ. പക്ഷേ എനിക്ക് ഒരു മിനിറ്റ് മാഡം. അത് കറക്റ്റാണ്. നമ്മുടെ ഈ വീടിന്റെ പേരാണ് അമ്മ വിലാസം. അത് നമുക്ക് കറക്റ്റാണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിനനുസരിച്ചിട്ട് വീടിന്റെ പേരിരിക്കട്ടെ, അമ്മ വിലാസം. ഇനി നമ്മളിതാ ഈ കോയിൻ ഇടുന്ന പോലെ നമ്മൾ അവിടുത്തെ ഓരോ കോയിനുകളും നമ്മൾ അടിച്ച് പോക്കറ്റിലാക്കും. സംഭവം എന്താണെങ്കിലും നൈസായിട്ടുണ്ടല്ലേ. ഇങ്ങനെയാണ് നമ്മളിങ്ങനെ ഈ ക്യാരം ബോർഡ് കളിക്കുമ്പോഴല്ലോ, അതിൽ നമ്മൾ ഓരോ ക്യാരംസിന് നമ്മളിങ്ങനെ എയിം ചെയ്തിട്ട് നമ്മൾ ഓരോന്ന് കറക്റ്റ് വരുന്ന സമയത്ത് റെഡും അതിന് ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ വെട്ടിൽ നമ്മൾ ചാടിക്കും. എന്നാ ഞാൻ ഈ വഴി തന്നെ അങ്ങ് പൊക്കോളാം. പക്ഷെ നീ ഒന്ന് മനസ്സ് വെക്കണം. നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മൂവി ഷോർട്സും സീൻസും ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മുടെ മിന്നു മുനീർ അതല്ലെങ്കിൽ മിന്നു കുര്യൻ അഭിനയിച്ചിട്ടുള്ള മൂവീസിൻ്റെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇത് ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ മോശമായി ചിത്രീകരിക്കാനോ വേണ്ടി എടുത്തിട്ടുള്ള ക്ലിപ്സുകളൊന്നും അല്ല കേട്ടോ. ഞാൻ ഈ ന്യൂസും ഈ ഒരുപാട് ആരോപണങ്ങളും കാര്യങ്ങളും വന്ന സമയത്ത് ഞാൻ നോക്കി, അത് നമുക്കറിയണമല്ലോ. ഇപ്പം നമുക്ക് കുറേ പേര് വന്നു, ഈ രേവതി സമ്പത്ത്, മറ്റേ മേഘ മൽഹാർ, സോണിയ മൽഹാർ, പിന്നെ മിന്നു കുര്യൻ, ഇവരൊക്കെ മിന്നു മുനീർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊക്കെ ഒരുപാട് പേര് വന്നു. ഒരുപാട് ആരോപണങ്ങൾ വന്നുകൊണ്ടിരുന്നു. അതായത് ഇവർക്ക് മൂവിയിൽ അനുഭവപ്പെട്ട കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിച്ച് നോക്കുന്ന സമയത്ത് ഞാൻ ഇവരുടെ മൂവീസൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയതാണ്. നമുക്കറിയണ്ടേ, നമുക്ക് സത്യം പറഞ്ഞാൽ ഇന്നലെ വരെ നമുക്ക് ആർക്കും ഒന്നും അറിയില്ല. ഇത് ആരാണ് എന്താണെന്ന് പോലും ഒരു രീതിയിലും നമ്മൾ എവിടെ നോട്ടീസ് ചെയ്തിട്ട് പോലും ഇല്ല. 1-2 മൂവിയിലൊക്കെ ഇവർ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഇവരുടെ ആ സീനുകളൊന്നും ആരും നോട്ടീസ് ചെയ്യാത്ത കുറേ സീനുകളായിരിക്കും. സത്യമല്ല ഞാൻ പറഞ്ഞത്. എന്നെ കുറ്റം പറയാൻ വേണ്ടി ഇപ്പോൾ പലർക്കും വന്നിട്ട് പലതും പറയട്ടോ. അവൻ ആവശ്യമില്ലാത്തൊരു സാധനങ്ങൾ കൊണ്ടുവരികയാണ്, അവരങ്ങനെ ജീവിക്കുന്നവരാണ്, ഇങ്ങനെ ജീവിക്കുന്നവരാണ് ഒക്കെ പറഞ്ഞു. പക്ഷേ സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇങ്ങനത്തെ കുറേ ക്ലിപ്സ് മാത്രമേ എനിക്ക് കിട്ടുന്നുള്ളൂ. മറ്റേ ആ രേവതി സമ്പത്തിൻ്റെ ഒന്നും ഒരു ക്ലിപ്പ് പോലും ഞാൻ കണ്ടിട്ടില്ല. ഒരു മൂവി ക്ലിപ്പോ എവിടെയും പോർഷൻ ഫേസ് കാണിച്ച പോലും ഇല്ല. പിന്നെ നമ്മുടെ സോണിയ മൽഹാറിൻ്റെ അങ്ങനെ ഒരു ഷോർട്ടാക്കി കാണിക്കാൻ പറ്റുന്ന ഒരു ഏരിയ പോലും ഞാൻ കാണുന്നില്ല. പിന്നെ ആകെ കിട്ടിയത് ഇവരുടെ കിട്ടിയപ്പോൾ കുറേ കന്നഡ മൂവിയിലും തമിഴ് മൂവിയിലൊക്കെ ഇങ്ങനത്തെ കുറേ സീൻസ് ഞാൻ കാണുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് എടുത്തിട്ടത് ഫസ്റ്റ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഞാൻ ഈ എന്താ പറയുക, എന്ത് ചെയ്തു കഴിഞ്ഞാലും മറ്റേ വേട്ടക്കാരുടെ കൂടെ അല്ല എരൻ്റെ കൂടെ ഞാൻ നിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞ രീതിയിലാണ് നമ്മുടെ നാട്, നമ്മുടെ വ്യവസ്ഥകൾ അങ്ങനെയൊക്കെ തന്നെയാണ്. അതിലൊന്നും മാറ്റമൊന്നുമില്ല. നമ്മൾ അങ്ങനെ തന്നെ നിൽക്കുക. വേട്ടക്കാരുടെ കൂടെ ആരും നിൽക്കരുത്, നമ്മൾ എരൻ്റെ കൂടെ തന്നെ നിൽക്കണം. പക്ഷെ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഇവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഞാൻ 1-2 വീഡിയോ തന്നെ ഇട്ടിട്ടോ. പറയാം, നമ്മൾ അടിച്ച് കയറി അങ്ങോട്ട് മറ്റേ ഈ പറഞ്ഞ വേട്ടക്കാരെ മാത്രം ഫോക്കസ് ചെയ്യാണ്ട് ഈ ഇരകളെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു അഭിനയ പാഠവും അല്ലെങ്കിൽ ഒരു അഭിനയം തകർത്ത് അഭിനയിച്ചിട്ടുള്ള ഒരു സീന് പോലും അല്ലെങ്കിൽ ഒരു ക്ലിപ്പ് പോലും ഞാൻ കാണുന്നില്ല. കുറേ പേര് പറയും ഇവരിങ്ങനെ നിന്ന് കൊടുക്കാത്തതുകൊണ്ട് ആണ് ഇവർക്ക് നല്ല നല്ല സീൻസ് കിട്ടാഞ്ഞത്, അതുകൊണ്ടാണ് ഇവർ മറ്റ് ക്ലിപ്പുകളിലോട്ട് പോയത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ നോക്കട്ടെ, ഇങ്ങനത്തെ മൂവീസിലും ഇങ്ങനത്തെ ക്ലിപ്പുകളിലൊക്കെ അഭിനയിക്കുന്ന ആളുകളാണെങ്കിൽ അങ്ങനത്തെ ആളുകൾ എല്ലാത്തിനും നിന്ന് കൊടുക്കുന്നൊന്നും ആരും പറയുന്നില്ല കേട്ടോ, ഞാനും പറയുന്നില്ല. പക്ഷേ നല്ല മൂവീസ് കിട്ടുന്നില്ല, നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ നല്ലൊരു സീന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനും ഇങ്ങനത്തെ മൂവിയിൽ ഒരു അഭിനയിക്കണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്ലിപ്പുകൾ എന്തിനു വരെ എടുക്കണം? ഞാൻ ചോദിച്ചോട്ടെ, ഇങ്ങനത്തെ ക്ലിപ്പുകൾ എടുത്തിട്ട് ഫേമസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു നടനെ നമുക്ക് കാണിച്ചു തരാൻ പറ്റുമോ? അതായത് എനിക്ക് മൂവിയിലൊന്നും ഞാൻ വഴങ്ങി കൊടുക്കാത്തതുകൊണ്ട് എനിക്ക് മൂവിയിലൊന്നും ചാൻസുകൾ കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇത്തരത്തിലുള്ള കുറേ എന്താ പറയുക കഥാപാത്രങ്ങൾ എടുത്ത് ഞാൻ അതിനോട്ട് അഭിനയിക്കാൻ പോവാണ്.
അങ്ങനെ അഭിനയിച്ചിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരാളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല. ഇങ്ങനെ അഭിനയിക്കുന്ന ആൾക്കാർ ഇപ്പം നമ്മൾ ഈ എ ഗ്രേഡ് മൂവി ഒക്കെ ഉണ്ട് നമ്മളെ നാട്ടിൽ, ഇഷ്ടം പോലെ ഉണ്ട്. BF എ ഗ്രേഡ് മൂവികളൊക്കെ, ഷക്കീലും രേഷ്മയും മറയും അങ്ങനത്തെ കുറേ പേരുണ്ട്. ഇങ്ങനത്തെ ആൾക്കാരൊന്നും ഒരിക്കലും നല്ലൊരു മൂവിയിലേക്ക് അവരിനി എത്ര നന്നായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാലും അത്തരത്തിലുള്ളൊരു മൂവിയിൽ മാത്രമാണ് അവർ ഫോക്കസ്ഡ് ആയി പോകുന്നത്. ഇപ്പം നമ്മൾ വഴങ്ങി കൊടുക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ മൂവിയെ കിട്ടുള്ളൂ, ഞങ്ങൾ അങ്ങനത്തെ വേഷങ്ങൾ ചെയ്യാൻ റെഡിയാണെന്ന് പോയി കഴിഞ്ഞാലും അവരവിടെയും മോശമായിട്ടൊന്നും ചെയ്യുന്നുണ്ടാവില്ല. ഈ മൂവിക്ക് വേണ്ടി മാത്രമായിരിക്കും അവർ അഭിനയിക്കുന്നത്. പക്ഷേ അവർക്കൊരിക്കലും നല്ല പേര് വരില്ല. അപ്പോൾ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് മൂവി ഫെയിമിന് വേണ്ടിയിട്ട് ഇവരിങ്ങനത്തെ ഫിലിംസ് അഭിനയിക്കുന്നത്? ഇവർക്ക് വേറെ എന്തൊക്കെ നല്ല നല്ല പണിക്ക് പോവാം, വേറെ എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റും. അപ്പം പിന്നെ എന്തിനു ഇവർ ഇങ്ങനത്തെ എങ്ങനത്തെ ക്ലിപ്പുകളും കാര്യങ്ങളും എന്തിനു ഇവർ ഫോക്കസ് ചെയ്യുന്നത്? അതെൻ്റെ ചോദ്യം കേട്ടോ. എനിക്കറിയില്ല, എല്ലാവരും ചോദിക്കുള്ളൂ. പക്ഷേ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളും പിന്നെ പരസ്പര വിരുദ്ധമായിട്ട് ഇവരുടെ കുറേ എന്താ പറയുക, ഇന്ന് ഇവർ ഇൻ്റർപ്രിറ്റ് ചെയ്ത കുറേ കാര്യങ്ങൾ, അതൊക്കെ പല സ്ഥലങ്ങളിലും പല ഒന്നും മാച്ചാവാത്ത രീതിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അന്ന് തെറ്റിയ ആൾക്കാരോട് പിന്നെയും ഫോട്ടോ എടുക്കുന്നു, അത് ഫേസ്ബുക്കിൽ അവിടെയൊക്കെ പോസ്റ്റ് ചെയ്യുന്നു. ഈ പറഞ്ഞ എല്ലാവരും ആരോപിതരായിട്ടുള്ള ആളുകൾ പക്കാൻ തറകളാണ് നമുക്കറിയാം. ഈ പറഞ്ഞ വേട്ടക്കാരെല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പിടിയന്മാരെ നമുക്കറിയാം. അതിലൊന്നും ഒരു തർക്കമായിരിക്കില്ല. പക്ഷേ ഇവർക്കെതിരെ ഒരു ഫോക്കസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു വെള്ളിത്തിരയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നടിമാരും വരുന്നില്ല. ഇങ്ങനത്തെ കുറേ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വന്ന ആളുകളും അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്ലിപ്പുകൾ അവതരിപ്പിക്കുന്ന ആളുകളും ഫിലിമിൽ എവിടെയും എത്തിപ്പെടാത്ത കുറേ ആൾക്കാർ മാത്രമേ വരുന്നുള്ളൂ. അപ്പം അതിനർത്ഥം അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ കുറേ പേര് പറയും ഇവരങ്ങനെ വഴങ്ങി കൊടുക്കാത്തതുകൊണ്ട് ഇവർ എവിടെ എത്തിപ്പെട്ടില്ല. അത് അങ്ങനെ നോക്കുകയാണെങ്കിൽ മലയാള സിനിമയിൽ ഒരു നല്ല ലെവലിലോട്ട് എത്തിപ്പെട്ട സകല നടിമാരും വഴങ്ങി കൊടുത്തിട്ടാണെന്നാണോ നിങ്ങളൊക്കെ പറയുന്നത്? നിങ്ങൾ പറ. അതായത് ഈ നടിമാർക്ക് എവിടെ എത്താൻ പറ്റാണ്ട് അവരിങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ആരോപണങ്ങളും കാര്യങ്ങളായിട്ട് നടക്കുന്നുണ്ട്. അല്ലാത്തവരൊക്കെ എല്ലായിടത്തും എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതായത് മലയാള സിനിമയിലെ എല്ലാ നടന്മാരും 90% നടന്മാരും ആക്ടേഴ്സും മറ്റേ പ്രൊഡക്ഷൻസിലുള്ള ആൾക്കാരും സംവിധായകന്മാരും ഒക്കെ പെണ്ണുമിടിയന്മാരാണ്, അവന്മാരിത് ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ അതെന്തുകൊണ്ട് അവരങ്ങനെ ചെയ്യും? അതിന് വഴങ്ങിക്കൊടുക്കുന്നവർ മാത്രമേ അങ്ങ് മേലോട്ട് എത്തിയിട്ടുള്ളൂ. ഫീമെയിൽ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ആക്ട്രസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ 99% ആൾക്കാരും അങ്ങനെ പോയ ആൾക്കാരെന്നല്ലേ നിങ്ങൾ പറയുന്നത്? നിങ്ങളെന്നല്ല ആരാണെങ്കിലും അങ്ങനെയല്ല പറയാം. അപ്പോൾ അത് എത്ര പേര് അക്സെപ്റ്റ് ചെയ്യും? അതായത് ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു വന്ന നടിമാരും ആൾക്കാരും എന്ന് പറഞ്ഞാൽ എവിടെ ആരും മുഖം കാണാത്ത ആൾക്കാരാണ്. ഇവരെത്താത്തതിന് കാരണം നമ്മൾ ഈ പറയുന്നത് ഇവരൊന്നിനും നിന്ന് കൊടുക്കാത്തതുകൊണ്ടെന്ന്. അപ്പം നിന്ന് കൊടുത്തവന്മാർ മാത്രമാണ്, അല്ലെങ്കിൽ കൊടുത്ത ആക്ട്രസ് മാത്രമാണ് മലയാളത്തിൽ എവിടെയെങ്കിലും എത്തിയെന്ന് ഒരാൾക്കെങ്കിലും ചാനലിൻ്റെ മുമ്പിൽ നിന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. ആരെങ്കിലും അതിന് അക്സെപ്റ്റ് ചെയ്യുമോ? ഇല്ലല്ലോ. അപ്പം അതിൻ്റെ ഈ നിന്ന് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, ഇവരുടെ കഴിവും കാര്യങ്ങളും അതൊക്കെ അതിൻ്റെ മാറ്ററാണ്. അപ്പോൾ വെറുതെ വന്നിട്ട് നമ്മൾ ഒറ്റ കാര്യത്തിൽ ഫോക്കസ് ചെയ്യാണ്ട് അങ്ങനെ നിന്ന് കൊടുക്കാതെ നല്ല രീതിയിൽ, അതായത് പ്രതിഫലവും കാര്യങ്ങളും വേണ്ട പോലെ കിട്ടി നല്ല നല്ല അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ചിട്ട് ഇത്ര മോശമായിട്ടുള്ള രീതിയിലോട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ വേണ്ട രീതിയിൽ അത് ഒഴിവാക്കി കയറി വന്ന നടിമാരായിരിക്കും ഏറ്റവും കൂടുതൽ മലയാളത്തിൽ ഉണ്ടാവുക. അതല്ലെങ്കിൽ നിങ്ങൾ അടക്കി പറയോ, ജനറലൈസ് ചെയ്യാൻ പറ്റുമോ എല്ലാവരും ഇതുപോലെയൊന്നും? ഇല്ലല്ലോ. നമ്മളെല്ലാ ഭാഗത്തും ചിന്തിക്കേണ്ട, നമ്മളെല്ലാ ആംഗിളിലും ചിന്തിച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാലോ നമുക്ക് എവിടെ ഒരു എത്തും പിടിയും കിട്ടൂല. ആര് പറയുന്നതാണ് കറക്റ്റ്, ആര് ചെയ്യുന്നതാണ് കറക്റ്റ്, എന്താണ് കാര്യം എന്ന് ഒരൊറ്റ ഒന്നിന് പറയാൻ പറ്റില്ല. അത് നിന്ന് കൊടുത്തവരും നിന്ന് കൊടുക്കാത്തവരും, ഇപ്പം ഈ ഫേമസ് ആയിട്ടുള്ളവരും ഫേമസ് ആവാത്തവരും, അവർക്കേ കറക്റ്റ് ഇതിൻ്റെ കാര്യങ്ങൾ അറിയുള്ളൂ. നമ്മളൊക്കെ, ഞാനടക്കം വ്യൂ കിട്ടാൻ വേണ്ടി ഇങ്ങനത്തെ മറ്റേ വീഡിയോ ക്ലിപ്പും കാര്യങ്ങളും ഇട്ട് ഓരോ വീഡിയോ ചെയ്യും. പക്ഷേ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനെ കുറ്റം പറയുന്നവരുണ്ടാവും, ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ ഇതൊന്നും ആയിരിക്കില്ല സത്യം. സത്യം വേറെ പലതും ആയിരിക്കും. അത് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും ഇരക്കും വേട്ടക്കാരനും വെടിവെച്ചവനും വെടിവെക്കാത്തവനും അത് കണ്ടുന്നവനും മാത്രമേ അറിയുള്ളൂ.